ഷാഫി പറമ്പിൽ പൊളിറ്റിക്കൽ പോയിസൺ തന്നെയെന്ന് തെളിയിക്കുന്നതായി PM ആർഷോ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഷാഫി പറമ്പിലിനെ പേടിച്ചാണ് രാഹുൽ മാക്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടുന്നത് നിർത്തിയതെന്നും ആർഷോ വയനാട് പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ഫണ്ട് ലീഗും യൂത്ത് കോൺഗ്രസും മുക്കിയതിൽ CPM സംഘടിപ്പിച്ച ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PM ആർഷോ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് PM ആർഷോ പറഞ്ഞു. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അന്വേഷിച്ചാൽ ആ കണക്ക് പുറത്തുവരും. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം മറ്റെവിടെയും പോയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം മറ്റെവിടെയും പോയിട്ടില്ല. ആ പണം കിട്ടണമെങ്കിൽ കേരളത്തിലെ, കർണാടകയിലെ, ആന്ധ്രാപ്രദേശിലെ, ഡൽഹിയിലെ ചില 5 സ്റ്റാർ ഹോട്ടലുകളുടെ മേശവലിപ്പിനകത്തേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ചൂരൽമല മുണ്ടക്കൈ പ്രളയ ഫണ്ട് പിരിച്ചു മുക്കിയ ലീഗ് കോൺഗ്രസ് വഞ്ചനയ്ക്കെതിരെ വയനാട് കൽപ്പറ്റയിൽ CPIM നേതൃത്വത്തിൽ നടത്തിയ ജനകീയ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PM ആർഷോ. സമാനതകളില്ലാത്ത ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ MLA കുപ്പായത്തിന്റെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയുടെയും തണലിൽ രാഹുൽ മാങ്കൂട്ടം നടത്തിയത്. സമാനതകളില്ലാത്ത ക്രിമിനൽ പ്രവർത്തനമാണ് ഇക്കഴിഞ്ഞ കുറച്ചധികം നാളുകളായി MLA കുപ്പായത്തിന്റെ തണലിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയുടെ തണലിൽ, VD സതീശന്റെ തണലിൽ, ഷാഫി പറമ്പിലിന്റെ തണലിൽ ഈ സൈക്കോപാത്ത് കെട്ടിയാടിക്കൊണ്ടിരുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സൈക്കോപാത്താണ് രാഹുൽ മാങ്കൂട്ടം. VD സതീശൻ ഇപ്പോൾ രാജിക്കാര്യം മിണ്ടാത്തത് ഷാഫി പറമ്പിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ഭീഷണിയിലാണ്. ഷാഫി പറമ്പിൽ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല്, ആ പ്രൊഫൈൽ VD സതീശന്റെ കോൾ റെക്കോർഡിന്റെ സ്ക്രീൻഷോട്ട് പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ വൈകുന്നേരം പങ്കുവെച്ച് വെല്ലുവിളിക്കാണ്. അത്രയ്ക്ക് ധൈര്യന്റെ ഒന്ന് രാഹുൽ ഞങ്ങൾ രാജിവെപ്പിച്ച് കാണിച്ചാൽ ഈ 9 മിനിറ്റ് 27 സെക്കൻഡ് ദൈർഘ്യമുള്ള കോൾ റെക്കോർഡ് പുറത്തേക്ക് വിടും എന്നുള്ളതാ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിന്റെ ഭീഷണി. ആ ഭീഷണി വന്നപ്പോ നിങ്ങൾ കണ്ടില്ലേ VD സതീശനെ? പരസ്പര ബ്ലാക്ക് മെയിലിംഗിന്റെ കൊള്ള സംഘമായി കോൺഗ്രസ് UDF നേതാക്കൾ മാറിയിരിക്കുന്നു. പണ്ട് 80കളിലെ 90കളിലെ 70കളിലൊക്കെ നടന്ന സിനിമയിലെ കൊള്ള സംഘത്തെ അനുസ്മരിപ്പിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസും UDFും മാറിയതിന്റെ അനുഭവമല്ലേ ഈ ദിവസങ്ങളിലെ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്? പരസ്പരം ബ്ലാക്ക്മെയിൽ ചെയ്ത്, പരസ്പരം ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സ്ഥിതി. ഷാഫി പറമ്പിൽ പൊളിറ്റിക്കൽ പോയിസൺ ആണെന്ന AR റഹീമിന്റെ പ്രസ്താവനയെടുത്ത് മാധ്യമങ്ങൾ അന്തിച്ചർച്ചയാക്കി, വിമർശിച്ചു. ഇന്ന് ഷാഫി പറമ്പിൽ പൊളിറ്റിക്കൽ പോയിസൺ ആണെന്നത് യാഥാർത്ഥ്യമായി. കേരളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസൺ ആണ് ഷാഫി പറമ്പിൽ എന്ന് DYFI പറഞ്ഞു വെച്ചത്. ആ പൊളിറ്റിക്കൽ പോയിസന്റെ ചുവട് പിടിച്ച് തടൽ പറ്റിക്കൊണ്ടാണ് ഇത്തിൽ കണ്ണികളൊക്കെ കേരളം കണ്ട ഏറ്റവും വലിയ സൈക്കോപാത്തായ രാഹുൽ മാങ്കൂട്ടം ഇന്ന് കേരളത്തിനകത്ത് ജീവിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന ഉമാ തോമസ് അടക്കമുള്ളവരുടെ പ്രസ്താവനയെ തുടർന്ന് ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വെട്ടുകിളി സംഘം ആക്രമിക്കുകയാണ്. സൈബർ വിങ്ങിനുള്ള പണം എങ്ങനെ ഇവർ നൽകുന്നുവെന്ന ചോദ്യത്തിനും കൊള്ള നടത്തിയാണെന്ന ഉത്തരം ലഭിക്കും. CPIM ഏരിയ സെക്രട്ടറി ഹാരിസ്, DYFI ജില്ലാ സെക്രട്ടറി KM ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, വയനാട്.